നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കാമെന്ന് രാജീവ് പ്രതാപ് റോഡി. തനിക്കെതിരായ കേസ് കൊലപാതകങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് കുമ്മനം. തെറ്റായ ട്വിറ്റർ സന്ദേശം പ്രചരിപ്പിച്ചതിന് രാജീവ് ചന്ദ്രശേഖരൻ എംപിക്കെതിരെ പരാതി. അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെങ്കിൽ കാണാമെന്ന് രാജീവ്. ഒറ്റയടിക്കുള്ള മുത്തലാഖ് അംഗീകരിക്കാതെ ഇരിക്കാൻ സ്ത്രീകൾക്ക് അവകാശം നൽകിക്കൂടെ എന്ന് സുപ്രീം കോടതി. പരിഗണിക്കാമെന്ന് വ്യക്തി നിയമ ബോർഡ്. മുത്തലാഖ് ന്യൂനപക്ഷ ഭൂരിപക്ഷ പോരാട്ടമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അരീക്കോട് സ്വദേശിയുടെ തലാഖ് ആവശ്യം നിഷേധിച്ച് മലപ്പുറം കുടുംബ കോടതി. വ്യക്തമായ കാരണമില്ലാതെ തലാഖ് പറ്റില്ല. ആർ ബാലകൃഷ്ണപിള്ളയെ മുന്നോക്ക വികസന കോർപ്പറേഷൻ അധ്യക്ഷനാക്കാൻ മന്ത്രിസഭാ തീരുമാനം. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരിനെതിരെ സമരത്തിന് AISF. KSU പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സഖാവ് ശർമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ പ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. MLA-മാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാത്തതിന് ഭരണപക്ഷത്തിനെതിരെ സ്പീക്കറുടെ റൂളിംഗ്. പശ്ചിമ ബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി. കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ടും ജയിച്ചത് നാമമാത്രം സീറ്റുകളിൽ. 7-ൽ 4 മുനിസിപ്പാലിറ്റികളിലും തൃണമൂലിന്. ഡാർജിലിംഗിൽ BJP സഖ്യത്തിന് വിജയം. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരർക്കെതിരായ തെരച്ചിൽ സൈന്യം നിർത്തി. സുരക്ഷാ സേനയ്ക്ക് നേരെ വ്യാപകമായ കല്ലേറ്. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ രാജ്യാന്തര നീതിന്യായ കോടതിയുടെ വിധി നാളെ. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ സമാധാനം ഉറപ്പുവരുത്താൻ കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റോഡി. ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ബിജുവിന്റെ വീട് രാജീവ് പ്രതാപ് റോഡി സന്ദർശിച്ചു. സംസ്ഥാനത്ത് സമാധാനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കേന്ദ്രസേന വിന്യസിക്കാൻ തയ്യാറാണ്. If the state government wants deployment of paramilitary forces, if the state government feels that the situation is out of hand, they should seek the support of the central government. They should ask for more forces to protect such people. We will definitely consider that. But at the end of the day, the state government has to take a call and protect the life of citizens. The central government believes in the federal system, and that is not to be disputed at all. പയ്യന്നൂരിലെ RSS പ്രവർത്തന കൊലപാതകം ആസൂത്രിതമാണ്. ബിജുവിന്റെ കുടുംബത്തിന്റെ അവസ്ഥ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തും. കുമ്മനത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അതേസമയം തനിക്കെതിരെ കേസെടുത്തത് CPM നടത്തുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്ന് കുമ്മനം രാജശേഖരനും ആരോപിച്ചു. ഇങ്ങനെ ഒരു കാര്യം, ഒരു തെറ്റ് ഒരു നാട്ടിൽ ചെയ്തിരിക്കുന്നു പാർട്ടി പ്രവർത്തകർ എന്നുള്ളതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കുകയും തെറ്റ് ചെയ്തവർക്ക് കുറിച്ച് യാതൊന്നും പറയാതിരിക്കുക. നിയമ നടപടികളുമായി ഏതറ്റവരെ പോകാനും തയ്യാറാണെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. ഇന്നുച്ചയോടെയാണ് BJP നേതാക്കളോടൊപ്പം മന്ത്രി കൊല്ലപ്പെട്ട ബിജുവിന്റെ വീട് സന്ദർശിച്ചത്. കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്നും സംസ്ഥാന പോലീസിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും കൊല്ലപ്പെട്ട ബിജുവിന്റെ പിതാവ് മന്ത്രിയോട് പറഞ്ഞു. BJP നേതാക്കളായ PK കൃഷ്ണദാസ്, K രഞ്ജിത്ത്, സത്യപ്രകാശ്, ബാംഗ്ലൂർ MP നളിൻകുമാർ കട്ടിൽ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം വീട്ടിലെത്തി. റിപ്പോർട്ടർ, കണ്ണൂർ. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ DCC മുൻ പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ, BJP സംസ്ഥാന വക്താവ് ശ്രീ JR പത്മകുമാർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AR റഹീം, ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ്. ആദ്യം ശ്രീ JR പത്മകുമാർ, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി കണ്ണൂർ സന്ദർശിച്ചതിന് ശേഷം രാജീവ് പ്രതാപ് റോഡി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കേന്ദ്രസേനയെ കണ്ണൂരിൽ വിന്യസിക്കാം, പക്ഷേ സംസ്ഥാന സർക്കാർ അത് ആവശ്യപ്പെടണം. ഇവിടെ കാര്യങ്ങൾ വഷളാണെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചാലേ അത്തരമൊരു നടപടി എടുക്കൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണറുടെ കാര്യത്തിൽ നേരത്തെ തന്നെ BJP ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഗവർണർ ആ കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി നടപടി എടുക്കണം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചുരുക്കത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി എടുക്കുമെന്ന്, സംസ്ഥാനം ആവശ്യപ്പെടാതെ എടുക്കുമെന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഗവർണർ ആ വിഷയത്തിൽ മുൻ നിലപാട്, അതിനപ്പുറത്തേക്ക് ഗവർണറും പോകില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇനി BJPക്ക് ഇതിനപ്പുറത്തേക്ക് എന്ത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും? കേന്ദ്രവും ഇതേ നിലയിലായിരിക്കും ഇനി പ്രതികരിക്കുക. BJP കുറെ കൂടി രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാലും ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമോ കണ്ണൂരിൽ? കണ്ണൂരിൽ
അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. CPM-ന് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ പോരാ, ബാക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നമുക്ക് ഭരണഘടന അനുസൃതമായി അനുവദിച്ച് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ കണ്ണൂരിൽ CPM കഴിഞ്ഞിട്ട് ബാക്കി ആർക്കും ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിലെ ഗവർണർ എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കിയിട്ടൊന്നുമല്ലല്ലോ BJP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ CPM എന്ത് നിലപാടെടുക്കുമെന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇനി പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെ. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ചും നമ്മുടെ നിരപരാധികളായ പ്രവർത്തകരെ കൊല്ലുന്ന രാഷ്ട്രീയത്തിന് അറുതി വരുത്തണമെന്നുള്ള കാര്യം സെൻട്രൽ ഭരിക്കുന്ന പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ഞങ്ങൾ ശ്രദ്ധ കൊണ്ടുവരും. അപ്പോൾ അത് അവർക്ക് ഭരണഘടനാ അനുസൃതമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും, അതിന് യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാമല്ലോ, കേരളം ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. BJP എന്താണ് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നിപ്പോൾ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞത്, ഞാൻ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അവർ റിപ്പോർട്ട് നൽകുന്നുണ്ട് എന്നാണ്. അദ്ദേഹം BJP അധ്യക്ഷനെയും കാര്യങ്ങൾ അറിയിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് പ്രതീക്ഷിക്കുന്നു BJP ഈ സന്ദർശനത്തിന് ശേഷം? ഇപ്പോൾ വലിയ തോതിലുള്ള ഏതെങ്കിലും കേന്ദ്ര ഇടപെടൽ BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടോ? അല്ല, കേന്ദ്ര ഇടപെടൽ എന്നുള്ളതല്ലല്ലോ ഇത്. ഭരണഘടന അനുസൃതമായി എല്ലാവരുടെയും സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിനുമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുമുണ്ട്. ഭരണഘടന അനുസൃതമായി ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ കേന്ദ്ര രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ പാർട്ടികളെയും, മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ ബാക്കി എല്ലാവരെയും അങ്ങ് വകവരുത്തി കളയാമെന്ന് തീരുമാനിച്ചാൽ എങ്ങനെ ജനാധിപത്യത്തിൽ നടക്കുക? ഏതെങ്കിലും ഗവൺമെന്റിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ കേരളത്തിൽ ചെയ്യും. അതുപോലെ ഒരു സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാനുസൃതമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ A. റഹീം, ഇവിടെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി ദിവസങ്ങൾ കഴിയുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നു, 2 പ്രതികൾ ഇതിനോടകം പിടിയിലായിട്ടുണ്ട്, അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ട്രഷററാണ്. ആ പ്രതിയെ ഇനിയും പിടിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഇതിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന്. ഇനിയിപ്പോൾ പാർട്ടി നടപടിയെടുക്കുന്നതിന് മുമ്പ് പാർട്ടി ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ടായിരിക്കുമല്ലോ നടപടിയെടുക്കുക. അതല്ലാതെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്ന ശീലം CPM-നില്ലല്ലോ. TP കേസിലൊക്കെ അത് കണ്ടതാണ്. പക്ഷേ ഈ സംഭവത്തിന് ശേഷവും ഈ പ്രതികൾക്ക് വേണ്ട നിയമസഹായം ഒക്കെ നൽകുന്നത് CPM കേന്ദ്രങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റാണ് ഇതിൽ കേസിൽ കോടതിയിൽ ഹാജരാകുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടായതിനു ശേഷവും ആ പ്രതികളെ ഒറ്റപ്പെടുത്തുമെന്ന് പറയുന്നതല്ലാതെ പുറമേക്ക് അങ്ങനെ ഭാവിക്കുമെങ്കിലും എല്ലാ പിന്തുണയും CPM കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട് എന്നത് തന്നെയല്ലേ ഇതൊക്കെ തെളിയിക്കുന്നത്? അല്ല, അങ്ങനെ അതിനെ നിരീക്ഷിക്കുന്നത് ശരിയല്ല. കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എടുത്ത ഈ നിലപാട്, പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയല്ലോ. അതിന് തത്തുല്യമായി ഇതിനു മുമ്പ് നടന്ന RSS പ്രവർത്തകർ പ്രതികളായ ഏത് കേസിലാണ് കുമ്മനം രാജശേഖരൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്? BJP നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്? ഞങ്ങളൊരു കൊലപാതകത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല. ഞങ്ങളൊരു കൊലപാതകവും തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വം പേറുന്നുമില്ല. പിന്നെ താങ്കൾ ഉന്നയിച്ച കാര്യം അവരെ പുറത്താക്കുമോ എന്ന കാര്യമാണ്. അവർ അതിൽ പ്രതികളായി വന്നു, അവർ അതിൽ യഥാർത്ഥത്തിൽ അവർ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യമായാൽ ഒരു സംശയവും വേണ്ട, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ നിലപാട് അവിടെ പ്രാവർത്തികമാക്കപ്പെടും. പിന്നെ താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അഭിഭാഷകൻ അങ്ങനെ പോയി എന്നുള്ളതാണ്. അഭിഭാഷക പ്രവർത്തനം ഒരു സ്വതന്ത്ര ജോലിയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാരണ, ദിൽഷാദ് മർഡർ, ആ കേസിൽ ഇവരുടെ സംസ്ഥാന നേതാവ്, ദേശീയ നേതാവ് ശ്രീ PS ശ്രീധരൻപിള്ള സാറാണല്ലോ വന്നത്. എങ്ങനെ ശ്രീ PS ശ്രീധരൻപിള്ള അതിൻ്റെ അകത്ത് പങ്കെടുത്തു? കേസിൽ പ്രതികൾക്ക് വേണ്ടി വന്നു. അപ്പോൾ ഇത് പ്രതികൾക്ക് വേണ്ടി ഹാജരാക്കുന്നതിന് ഇത് പ്രൊഫഷനായി കണ്ടാൽ മതി. അതൊരു പ്രൊഫഷനാണ്. RSS പ്രതികൾക്ക് വേണ്ടി BJP-യുടെ ഒരാൾ വരുന്നു എന്ന് നോക്കണ്ട, അതൊരു പ്രൊഫഷനായി കണ്ട. ഞങ്ങൾ അങ്ങനെ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അതൊരു പ്രൊഫഷനാണ്. അത് പോകുന്ന ആർക്കും ഏത് സേവനവും നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് പോലെ
CPM എടുത്തിട്ടില്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ സന്തോഷ് എന്ന ഒരു RSS പ്രവർത്തകനെ കൊല്ലപ്പെട്ടതിന് ശേഷവും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അതൊരു കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള മരണമാണെന്ന് CPM നേതാക്കൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അതിലെ പ്രതികളെല്ലാവരും തന്നെ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. 10-20 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ലോ. BJPയും എടുത്തിട്ടില്ല, CPM എടുത്തിട്ടില്ല. പറയുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അത് തെറ്റാണ്. നിങ്ങൾ BJP പറഞ്ഞത് എവിടെയെങ്കിലും ഒന്നും കാട്ടിത്താ. ഇനി രണ്ട്, ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസിൽ ഉൾപ്പെടെ യഥാർത്ഥ പ്രതികളാണ് എങ്കിൽ അത് അവർ അതിനകത്ത് ഭാഗമായി എന്ന് പാർട്ടിക്ക് ബോധ്യമായ നടപടിയെടുക്കും. അത് പുറമേനി പറയുന്നതല്ല, ഞങ്ങളുടെ നിലപാടാണത്. ആ നിലപാട് അത്തരത്തിൽ വ്യക്തമാക്കുകയും വിശദീകരിക്കുകയും ചെയ്ത BJPയുടെ ഒരു ഭാഗം നിങ്ങൾ കാണിച്ചതാ ഒരിടത്തും കാണിക്കുന്നില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ചർച്ചയിൽ നിങ്ങൾ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ രാജീവ് പ്രതാപ് റൂഡിയുടെ ഇന്നത്തെ സന്ദർശനമാണ്. അത് ഏതാണ്ട് ഈ കൊച്ചുകുട്ടികളെ ഈ മാക്കാൻ വരുന്നു, മങ്കു വരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെയാണ് കൊണ്ടിറക്കിയിരിക്കുന്നത്. എന്ത് ആത്മാർത്ഥതയുണ്ട്? അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്നൊരു മന്ത്രിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തേ തൊട്ടപ്പുറത്തെ റിയാസ് മൗലവിയുടെ വീട്ടിലേക്ക് പോയില്ല? എന്തേ കൊടിഞ്ഞി ഫൈസലിൻ്റെ വീട്ടിലേക്ക് പോയില്ല? പോട്ടെ, RSSുകാർ 2 പേർ കൊല്ലപ്പെട്ടല്ലോ. ഒരു മൃദുൽ, തൃശ്ശൂരുകാരൻ മൃദുൽ എന്തേ പോയില്ല? കൊന്നത് RSS ആണല്ലോ. അനന്തു എന്ന് പറയുന്ന ഒരു +2 വിദ്യാർത്ഥി ഇപ്പോഴാ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് റിസൾട്ട് വന്നത്. 60% മാർക്കുമായി ആ വിദ്യാർത്ഥിക്ക് മാർക്കുണ്ടായിരുന്നു. RSSകാർ കൊന്നു കളഞ്ഞില്ലേ? 16 വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിനെ ഈ മൊട്ട് വിരിഞ്ഞു വരുന്നതിന് മുമ്പ്, ഇതൾ വിടർന്ന് വരുന്നതിന് മുമ്പ് കഴുത്തറുത്ത് മാറ്റിയില്ലേ? ഞെട്ടറ്റ് കളഞ്ഞില്ലേ? എന്തേ RSS നേതാവ് അവിടെ പോകാത്തെ? എന്തേ ശ്രീ കുമ്മനം രാജശേഖരൻ അങ്ങോട്ട് വഴികാട്ടി കൊടുക്കാത്തെ? ഇവിടെ കേരളത്തിൽ വ്യാപകമായി മാർക്സിസ്റ്റ് ഭീകരവാദികൾ, ഞാൻ ഇൻവെർട്ടർ കോമിക്ക് ഇടുകയാണ്, മാർക്സിസ്റ്റ് ഭീകരവാദികൾ ഇവിടെ RSS പ്രവർത്തകരെയും ഹിന്ദുക്കളെയും വേട്ടയാടുന്നു എന്ന് രാജ്യവ്യാപകമായി പ്രചരണം നടത്തുകയാണ്. വിജയകുമാറെ, പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോൾ നാടിന് നടക്കിയ ആ ദുരന്തത്തിൻ്റെ ചിത്രം എടുത്തു പിടിച്ച് മുസ്ലിം തീവ്രവാദികൾ ബോംബ് വെച്ച് തകർത്ത ക്ഷേത്രം കേരളത്തിൽ എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി പ്രചരണം നടത്തിയ നവമാധ്യമ സമിതിയുടെ പാർട്ടീസാണ് അവർ, ഈ RSS. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ DYFI ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തല്ലോ. എന്താ, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രചരണം എന്തായിരുന്നു? മെക്സിക്കോയിൽ നടന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു മാഫിയ ആക്രമിക്കുന്ന നിഷ്ഠൂരമായ ദൃശ്യത്തിൻ്റെ വിഷ്വൽ എടുത്ത് അതിൻ്റെ ഫുട്ടേജ് എടുത്തിട്ട് കേരളത്തിൽ RSS പ്രവർത്തകരെ മാർക്സിസ്റ്റ് ഭീകരവാദികൾ വേട്ടയാടുന്ന വിധം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇതെത്ര സംഭവങ്ങളായി. ഞാൻ വരാം ശ്രീ റഹീം, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ വരാം. ശ്രീ K. സുരേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ താങ്കൾ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം കേട്ട് കാണുമല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവരെ ഈ അക്രമികളെ തള്ളിപ്പറയുന്നുണ്ട്, അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ട്, അവരെ ഒറ്റപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. BJPക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മുഖവിലക്കെടുക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ എങ്ങനെയാണ് മുഖവിലക്കെടുക്കേണ്ടത് കണ്ണൂരിലെ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്നെനിക്കറിയില്ല. പയ്യന്നൂരിൽ കൊലപാതകം ആരംഭിച്ചത് BJPയാണ്. ധൻരാജ് എന്ന് പറയുന്ന CPM പ്രവർത്തകനെ പെറ്റമ്മയുടെ മുമ്പിലിട്ട് വെട്ടി നുറുക്കി കൊന്നത് BJPയാണ്. ധൻരാജ് CPM, കൊന്നത് BJP. അവിടെ ഒരു പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പയ്യന്നൂരിൽ വന്നപ്പോൾ പയ്യന്നൂരിലെ ജനങ്ങളോട് പറഞ്ഞത്, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളും ലോകമാധ്യമ രംഗത്ത് കാണിച്ച ചിത്രമാണ്. എന്താണ് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ? വയലിൽ പണിയും വരമ്പത്ത് കൂലിയും എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച് ആഹ്ലാദിച്ചവരാ CPM പ്രവർത്തകന്മാർ. മണിക്കൂറുകൾക്കകം അവിടെ രാമചന്ദ്രനെ കൊന്നു, വെട്ടിനുറുക്കി കൊന്നു. ഇവിടെ പെറ്റമ്മയുടെ മുമ്പിൽ, അവിടെ സ്വന്തം പൊന്നു മക്കളുടെ മുമ്പിൽ വെച്ച് 2 മക്കൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. BJPക്കാരനായ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. CPMക്കാർ വന്ന് മക്കളുടെ മുമ്പിൽ വെച്ച് കൊല്ലല്ല നന്ദുവേട്ടാ എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുമ്പോൾ ആഞ്ഞു വെട്ടിക്കൊന്ന് നുറുക്കുന്നു. 2 പേരും തുല്യരല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ ഇത് പറഞ്ഞ്, ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായ പാർട്ടിയുടെ വക്താവ്, അദ്ദേഹത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ ആഹ്വാനമായിരുന്നു അണികൾക്ക് വയലിലെ പണിയും വരമ്പത്ത് കൂലിയും. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്നു ആളുകളെ തള്ളിപ്പറയും, കൊലപാതകം നടത്തിയവരെ തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർ കേരളത്തിലെ ജനങ്ങൾ ഇത് മുഖവിലക്കെടുക്കേണ്ടത്? ഇപ്പോൾ ഇവിടെ ബിജുവിനെ കൊന്നു, ബിജുവിനെ കൊല ചെയ്തു. ബിജുവിനെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട് 7 പ്രതികളെ പോലീസ് ഐഡന്റിഫൈ ചെയ്തു, കണ്ടെത്തി. 7 പ്രതികളെ കണ്ടെത്തിയപ്പോൾ CPMന്റെ ജില്ലാ നേതൃത്വം പറഞ്ഞു ഞങ്ങൾ ഹാജരാക്കും. എത്ര പേരെ ഹാജരാക്കി? 2 പേരെ. ബാക്കി 5 പേരെ ഇവിടെ കാണാനില്ല. എങ്ങോട്ട് പോയി? മറുപടിയില്ല.
എന്ത് പറയണം ആർക്കും അറിയില്ല. ഇനി എവിടെ 5 പ്രതികളെ കിട്ടാൻ? 2 പ്രതികളാരാണ്? CPM നേതാക്കന്മാർ, CPM-ന്റെ ഏറ്റവും ശക്തമായ വക്താക്കൾ. അവർക്ക് വേണ്ടി CPM വാദിക്കുന്നു. ഈ 2 പാർട്ടികളും കൊലപാതക രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നിടത്തോളം കാലം കണ്ണൂരിന് സമാധാനമില്ല. ഒരു പട്ടാളത്തെ വിളിച്ചതുകൊണ്ട് കാര്യമില്ല, ഒരു പോലീസിനെ വിളിച്ചതുകൊണ്ട് കാര്യമില്ല. സാധാരണക്കാരായ ജനങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തള്ളി പറഞ്ഞാൽ കൊലപാതകം അവസാനിക്കും. അതില്ലാത്തടത്തോളം കാലം കണ്ണൂരിന് രക്ഷയില്ല. 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഇവിടെ എണ്ണി CPM നേതാവ് പറഞ്ഞു, ഓരോ കാലത്തുമുള്ള എണ്ണി കഥകൾ പറയുകയാണ്. അതാണ് കാര്യത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏതാണ്ട് ഒരു പോരാട്ട വീര്യം കണക്കെ അവരുടെ സ്കോർ ബോർഡിലെ സ്കോറുകൾ ഇങ്ങനെ സ്കോർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് തുടരുന്നിടത്തോളം കാലം സമാധാനം ഉണ്ടാവുകയില്ല എന്ന താങ്കളുടെ വാദം തീർച്ചയായും പൊതുസമൂഹത്തിന്റെ ഒരു ആശങ്ക കൂടിയാണ്. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ കുമ്മനം രാജശേഖരനെതിരെ ഇന്നലെ എടുത്ത കേസ്, അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരൻ MP-ക്കെതിരെ ഇന്ന് കൊടുത്ത പരാതി, അതിന്മേലും കേസ് എടുക്കേണ്ടതുണ്ടായിരിക്കാം എന്ന് പോലീസിന് ആലോചനയുണ്ട്. സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റിന്റെ കൊലവിളി പ്രസംഗം, 3 BJP നേതാക്കൾ, പ്രധാനപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയാണ്. എന്തുകൊണ്ടാണ് ഇതിൽ കുമ്മനത്തിന്റെ കാര്യത്തിൽ ഇതിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ച് നടത്തി? അതിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു CPM ഒരു പ്രവർത്തകന്റെ എങ്കിലും പേര് പറയൂ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരാളുടെ പേര് പറയാത്തതും എവിടെയാണ് നടന്നതെന്ന് പറയാത്തതും, ഇത് BJP-ക്ക് ഇതിൽ പാളിച്ച പറ്റിയെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൂടെ? ഇതിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഈ കേരളത്തിലെ ഇത്രയും ഭീരുവായ ഒരു രാഷ്ട്രീയ നേതാവും ഭീരുവായ ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതുകൊണ്ടല്ലേ BJP എന്തിനാ ഭയക്കുന്നത്? അദ്ദേഹം ഒരു ട്വിറ്റില് ഒരു പടം ഇട്ടു. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിന്റെ ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ ഇന്ന ഘോഷയാത്രയാണ് അല്ലെങ്കിൽ കല്യാണ ഘോഷയാത്രയായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പോലീസ് കണ്ടുപിടിക്കാത്തതെന്താ? അപ്പൊ ഇത് ഓലപ്പാമ്പ് കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതൊരു രാഷ്ട്രീയ അസഹിഷ്ണുതയല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കോടിയേരിക്കെതിരായിട്ട് എത്ര കേസ് എടുക്കേണ്ടി വരും? എന്തുകൊണ്ടാണ് വിശദാംശങ്ങൾ BJP പറയാത്തത്? കേസ് എടുത്തു കഴിഞ്ഞെങ്കിലും ആ സമയത്തെങ്കിലും പറയണ്ടേ ഇത് കണ്ണൂർ ജില്ലയിലെ ഈ സ്ഥലത്ത് നടന്നതാണ്, ഇതിൽ പങ്കെടുത്തത് CPM-ന്റെ ഈ പ്രവർത്തകനാണ്, അതിൽ ഒരാളെന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ, എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം നടന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ 10-20 സ്ഥലത്ത് പ്രകടനം നടത്തി. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണ്. വിജയകുമാർ, നിങ്ങളത് ആലോചിച്ച് നോക്കൂ. കതിരൂർ മനോജിനെ കൊന്നതിന് ശേഷം അതിന്റെ 1ാം വാർഷികത്തില് ഏകദേശം അതേ സ്ഥലത്ത് ഏകദേശം 7-8 പട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ ആളുകളാണ്. അത്രമാത്രം ഹീനമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഉന്മൂലനമാണ് രാഷ്ട്രീയ സിദ്ധാന്തം. അക്രമത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് രാഷ്ട്രീയ ചിഹ്നം. അസഹിഷ്ണുതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. വിദ്വേഷം വച്ചുപുലർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇതിൽ കൂടുതൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക? ഇതിൽ കൂടുതൽ എങ്ങനെ ജനാധിപത്യപരമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുക? അതുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെ. അതിനു മുമ്പ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റാണെങ്കിൽ കേസെടുക്കട്ടെ. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പെടുത്തുന്നതാണ്. അസഹിഷ്ണുതയാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പഴംപുരാണമെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങോട്ട് ഒരുപാട് സംഘടനകൾ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു സമാധാന കരാർ ഉണ്ടാക്കിയതിനു ശേഷം എന്തിന് ആ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വന്ന് അവിടുത്തെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് വന്നിട്ട് ഒരു കരാർ ഉണ്ടാക്കിയതിനു ശേഷം ആ കരാർ ലംഘനം നടത്തിയതിന് പിണറായി വിജയൻ എന്തിനാ മറുപടി പറയേണ്ടത്? കോടിയേരി ബാലകൃഷ്ണൻ എന്താ മറുപടി പറയാത്തത്? അല്ലാതെ ഇന്ന ആളുകൾ മരിച്ചു, ഇത്ര ആളുകൾ മരിച്ചു എന്നുള്ള കണക്കിന്റെ ആവശ്യമല്ല. പരാതി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ MP-ക്കെതിരെയാണ്. അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന വിശദീകരണമുണ്ട്. അറസ്റ്റ് ചെയ്യിക്കണമെന്നുള്ള അറസ്റ്റ് ചെയ്യിക്കണമെന്നാണ് പിണറായി വിജയന്റെ നിലപാടെങ്കിൽ നമുക്ക് കാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് പലരും ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടുണ്ട് ആ ഉദ്യമത്തിൽ എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പരാതി ലഭിച്ചാൽ ഉടനെ കേസെടുക്കണമോ? അതിന്റെ ആധികാരികത ഈ ഇത്തരമൊരു വീഡിയോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട, പ്രാഥമിക പരിശോധന നടത്തുന്നതിന് മുമ്പ് കേസെടുത്തതിനെയും ഒക്കെ BJP വിമർശിക്കുന്നുണ്ട്. ഇതിൽ ഈ രീതിയിലൊക്കെ CPM പെരുമാറുമോ കണ്ണൂരിൽ എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. പ്രതികരിക്കാൻ ആവശ്യത്തിന് സമയം തരണം. ഇവിടെ
ശ്രീ രാജീവ് ചന്ദ്രശേഖരും ശ്രീ കുമ്മനം രാജശേഖരനും ചെയ്തത് തെറ്റാണ് എന്ന് അവർക്കോ അവരുടെ പാർട്ടിക്കോ തോന്നുകയില്ല. കാരണം അത് അവരുടെ ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോൾ രാജ്യവ്യാപകമായി അത് ഇസ്ലാമിക തീവ്രവാദികൾ ക്ഷേത്രം തകർത്തതാണ് എന്ന് പ്രചരിപ്പിച്ചതാണവർ. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ പ്രചരിപ്പിച്ച ആ വീഡിയോ അങ്ങൊന്ന് കാണൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് കാണിക്കൂ ദയവേത് എന്താണെന്ന്. നിഷ്ഠൂരമായ കാഴ്ചകൾ, നിഷ്ഠൂരമായ വിഷ്വൽസ് എടുത്തിട്ട് അതെല്ലാം ഇവരാണ് ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങളാണുള്ളത്, രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, രാജ്യവ്യാപകമായി RSS നടന്ന ഒരു ശ്രമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ആംബിയൻസ്, ഒരു പൊളിറ്റിക്കൽ ആംബിയൻസ് സൃഷ്ടിക്കുകയാണ്, ഒരു സാമൂഹ്യ ബോധമുണ്ടാക്കുകയാണ്. ഇവിടെ മഹാകുഴപ്പമാണ്, കേന്ദ്രത്തിൽ ഇടപെടുന്നതിൽ കുഴപ്പമില്ല, ഇടപെടൽ അനിവാര്യമാണ് എന്ന് വരുത്തി തീർത്തുകയാണ് ഒന്ന്. രണ്ടാമത് കേരളത്തിൽ ഒരുപാട് RSSകാർ ബലിദാനികളായി മാറുന്നു എന്ന് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കേണ്ടത് കേരളത്തിലെ RSS നേതൃത്വത്തിൻ്റെ വയറ്റിപ്പിഴപ്പാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്താ ഈ ശ്രീ റൂഡി ഇവിടെ നിന്ന് വന്നിട്ട് പോയത്? ഇവർ ദേശീയ നേതൃത്വം ധരിപ്പിക്കുന്നത് എന്താ? 2012 എൻ്റെ മൊബൈലിൽ അതിൻ്റെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് സമയപരിമിതി കൊണ്ട് കാണിക്കുന്നില്ല, ആവശ്യപ്പെട്ടാൽ കാണിക്കാം, തെളിവ് എൻ്റെ കയ്യിലുണ്ട്. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയ 2 RSS പ്രവർത്തകർ ഡൽഹിയിൽ കൊടുത്ത കണക്ക് പ്രകാരം, അത് കേരളത്തിൽ RSS പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടേ എടുത്തില്ല, കാര്യം അവരുടെ കയ്യബദ്ധം കൊണ്ട് പറ്റിയതാണ്. പക്ഷേ ഡൽഹിയിൽ കൊടുത്ത ലിസ്റ്റിൽ അവർ 2 മാർക്സിസ്റ്റുകാർ കൊലപ്പെടുത്തിയ ബലിദാനികളുടെ ലിസ്റ്റിലുണ്ട്. ഓരോ ബലിദാനികളുടെയും എണ്ണം ദേശീയ നേതൃത്വത്തിൽ ധരിപ്പിച്ച് കോടിക്കണക്കിന് രൂപ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പിടുങ്ങുകയാണ്, സമ്പാദിക്കുകയാണ് കേരളത്തിലെ RSS നേതൃത്വം. കേരളത്തിൽ കണ്ണൂരിൽ ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് RSSനുള്ളിലും BJPക്കുള്ളിലും നടന്ന പൊട്ടിത്തെറികളുടെ പ്രധാനപ്പെട്ട കാരണം ഈ ബലിദാനികൾക്ക് വേണ്ടി വാങ്ങുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കും കണക്കില്ലായ്മയുമാണ്. എന്തിനാണ് കേരളത്തിൽ ഭീകരതയുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെയും ദേശീയ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. ഇതാണ് എൻ്റെ വാദം. ശ്രീ ജയപ്രഭു മറുപടി പറയട്ടെ. ഒന്ന്, കേരളത്തിൽ അസ്വസ്ഥതയുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു രാഷ്ട്രീയ അഭിപ്രായം രൂപപ്പെടുത്തി കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാനാണ്. 2, പണം പിടുങ്ങാനാണ്. ഈ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി അല്ലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു പ്രചരണം? ഞങ്ങൾ നടത്തി, പുറ്റിങ്ങൽ ക്ഷേത്രത്തിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തി എന്ന് പറഞ്ഞു. ഒരുപക്ഷെ CPM നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ CPM നടത്താറുണ്ട്. അത്തരത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ ഒരു ചാനലും അങ്ങനെ ഒരു ചർച്ച, ഏതെങ്കിലും ഒരു മീഡിയയോ, പ്രിന്റ് മീഡിയയോ, വിഷ്വൽ മീഡിയയോ പറഞ്ഞില്ല. അത് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നതാണ്. പിന്നെ ഈ കോടികളുടെ കാര്യങ്ങൾ ഞാൻ അത് അവർ കുറെ കാലമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് പാർട്ടിയിലാണ് പൊട്ടിത്തെറി എന്നുള്ള കാര്യം നമുക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, റഹീമിനോടൊന്ന് ചോദിക്കട്ടെ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 10 മാസത്തിന് ഇടയിൽ CPMക്കാർ കൊലക്കേസുകൾ പ്രതികളായിട്ടുണ്ട്. അവർ നിരപരാധികളാണെങ്കിൽ എങ്ങനെ പ്രതികളായി? ഈ കേരളത്തിൽ നിരവധി കൊലക്കേസുകളിൽ CPMന്റെ ആളുകൾ പ്രതികളായിട്ടുണ്ട്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പ്രതികളായിട്ടുണ്ട്. അവരെല്ലാം നിരപരാധികളായ ആളുകളെ കള്ളക്കേസിൽ കുരുക്കിയാണോ? എങ്കിൽ പിണറായി വിജയൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. അപ്പോ ഈ പ്രതികളായതെങ്ങനെ കുറ്റവാളികളായതുകൊണ്ടാണ്. പിന്നെ കണ്ണൂർ ജില്ലയിൽ അസ്വസ്ഥതയുണ്ട് എന്ന് ഞങ്ങൾ ധരിപ്പിക്കുന്നു. ബിജുവിനെ കൊന്നത് ഞങ്ങൾ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? സന്തോഷിനെ അവർ കൊന്നത് അങ്ങനെയാണോ? പാലക്കാട് 2 പേരെ, സ്ത്രീ ഉൾപ്പെടെ ചുട്ടുകൊന്നത് ഞങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടാണോ? ഈ തിരുവനന്തപുരം ജില്ലയിൽ 2 കൊലപാതകം നടന്നത് ഞങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? കടക്കലിൽ രാധാകൃഷ്ണൻ നായരെ കൊന്നത് ഞങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ പ്രചരണം നടത്തി മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ കിരാതമായ പ്രവർത്തനങ്ങളെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു ചോദ്യം, മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു സമാധാന ചർച്ച ഉണ്ടാക്കിയിട്ട് എന്തിന് CPM അത് വയലേറ്റ് ചെയ്തു? അങ്ങനെ നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് ലംഘിക്കാനാണ് ഉത്തരവാദിത്വം ലക്ഷ്യമെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതുമായി മുന്നോട്ട് വന്നത്? കണ്ണൂർ ജില്ലയിലെ പോലീസിനെ പിൻവലിക്കുക, എല്ലാവർക്കും അവരുടെ രീതിയിലുള്ള പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക.
ഇത് RSS BJP പ്രവർത്തകരെ പോലീസിൽ ഉപയോഗിച്ച് വേട്ടയാടി അവിടെ നിന്ന് ഓട്ടിച്ചതിന് ശേഷം പുറകെ വന്ന് CPM അക്രമം നടത്തുകയാണ്. അവിടെ CPM-ന് വേണ്ടിയിട്ടുള്ള ഈ കൊലപാതകം നടത്തുവാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് കേരള പോലീസാണ്. അതാണ് BJP-യുടെ അക്കാര്യത്തിലുള്ള രാഷ്ട്രീയ ആരോപണം. ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സംസ്ഥാന BJP നേതൃത്വം ആവർത്തിച്ച് വിശദീകരിക്കുന്നു. അതിന്റെ ഭാഗമായി BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് കേന്ദ്രമന്ത്രി തന്നെ കണ്ണൂർ സന്ദർശിക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞത് സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേന്ദ്രം ഇടപെടും, പക്ഷേ സംസ്ഥാനത്തിന്റെ ആവശ്യം അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന്. ഫെഡറൽ സംവിധാനത്തിൽ അതാണ് അതിന്റെ ഒരു രീതിയും. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഗവർണർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇന്ന് രാജീവ് പ്രതാപ് റൂഡി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കേന്ദ്ര സർക്കാരിന് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതെങ്ങനെ ആയിരിക്കണം എന്ന് ഡിക്ലെയർ ചെയ്യുക ചെയ്തത്. അതായത് സ്റ്റേറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ മിഷനറി ബ്രേക്ക് ഡൗൺ ആയാൽ, അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി എന്നൊരു റിപ്പോർട്ട് ഗവർണർ കൊടുത്താൽ പിന്നെ ഇൻവോക്ക് ചെയ്യേണ്ടത് 356 ആണ്. ഇവിടെ ഗവർണറുടെ ജോലി അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. ഇവരാദ്യം പറഞ്ഞത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് അത് പിന്നെ ഇവിടെ ഇൻവോക്ക് ചെയ്യണമെന്നുള്ള ഒരു അജണ്ടയാണ് ആദ്യം കൊണ്ടുവന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആംഡ് ഫോഴ്സിൻ്റെ ആക്ട് തന്നെ നമ്മൾ പുറകോട്ട് പോകുകയാണെങ്കിൽ ആദ്യം തുടങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരം അടിച്ചമർത്താനാണ്. ഇതൊരു ഒപ്രസീവ് ആക്ഷനാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കപ്പെടേണ്ടി വരും. അവിടെയൊക്കെ സ്റ്റേറ്റ് മെഷീനറിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ അറ്റാക്ക് നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞ് അത് ഗവർണർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഗവർണർ പിണറായി വിജയനെ പേടിക്കുന്നു, ചീഫ് മിനിസ്റ്റർ പേടിക്കുന്നു ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. അത്ര സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരവുമില്ല. ഇവിടെ റൂഡി പറഞ്ഞതാണ് അതിനകത്ത് വ്യക്തമായ കാര്യം. സ്റ്റേറ്റിന് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഉണ്ട്, ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാം. അതിൻ്റെ കാരണമുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 1ഉം 2ഉമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞ് 3 ലിസ്റ്റുകളാണ്. അതിൽ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പബ്ലിക് ഓർഡർ, 2 പോലീസിങ്. ഈ 2ഉം സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളാണ്. ആ അധികാരത്തിൽ സ്റ്റേറ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്ന ഒരു എക്സെപ്ഷനുണ്ട്. ആ എക്സെപ്ഷനാണ് ആർമിയെ ഉപയോഗിക്കാൻ. അതിന് സ്റ്റേറ്റ് ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാമെന്നാണ് ഇന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ പിന്നെ കുമ്മനം രാജശേഖരനെതിരെ കേസെടുത്തു എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അതായത് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ 153A ആണ് ചാർജ് ചെയ്തത്. അപ്പോൾ 153 എൻമിറ്റി ഉണ്ടാക്കുന്ന 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഹേറ്റഡ് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ 5 വർഷം വരെ ശിക്ഷിക്കാവുന്ന ഒരു ഒഫൻസാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു പരാതിയുണ്ട്. ആ പരാതിയുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്ന ക്രൈമാണിത്. ഈ പരാതി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടാൽ കേസ് റെഫർ ചെയ്ത് പോകും. പക്ഷേ ആ പരാതി നിലനിൽക്കുന്നതാണോ എന്ന പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമല്ലേ ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും? ഇതിനൊരു കാര്യം പറയാം. ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒരു ക്രൈം വേണം. ഇപ്പോൾ ഇവർ പറയും, ഇപ്പോൾ BJP-ക്കാർ പറയുന്നത് CPM-കാർ ഇതുവരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്, പല ട്വിറ്റർ പോസ്റ്റിംഗും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പരാതി ഇപ്പോൾ തന്നെ റേസ് ചെയ്യണം. അവർ ഇത്തരം പിന്നെ പ്രൊവോക്കിങ് എൻമിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന, ഹേറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അതിൽ പരാതിയായി കൊടുത്ത് നാളെ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, നിങ്ങൾ ക്രൈം എടുത്തോ എന്ന് ചോദിക്കണം. അത്തരം പരാതികൾ ലീഗലായ ആക്ഷൻ നടത്തി. ഇപ്പോൾ ഇതുവരെ BJP ചെയ്തതിനകത്ത് ലീഗൽ കൺസൾട്ടേഷൻ നടത്താതെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. രാജീവ് പ്രതാപ് റൂഡിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് വ്യക്തമായി എന്താണ് ഭരണഘടനാപരമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യാൻ സാധിക്കുക. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സ്വാഗതം ചെയ്യണം. അതാണ് യഥാർത്ഥ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവർ 2 സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ മരണപ്പെട്ടു പോയ ബിജുവിൻ്റെ ബിജുവിനോടും ഒക്കെ എല്ലാവിധ വിഷമങ്ങളും നമുക്കുണ്ട്. അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ബിജുവിൻ്റെ നമ്മൾ പത്രങ്ങളിൽ വന്ന വാർത്ത വെച്ചു, ബിജു BJP-യുടെ ഭാരവാഹിയായിരുന്നു മരിക്കുന്ന സമയത്ത്. ബിജു മറ്റേ ധൻരാജ് എന്ന് പറഞ്ഞ ആളെ കൊന്ന കേസിൽ 12ാം പ്രതിയുമായിരുന്നു. റഹീം പറയുന്നു പ്രതിസ്ഥാനത്ത് ചേർത്തതുകൊണ്ടൊന്നും പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടാണോ ഇല്ലയോ തീരുമാനിക്കും. ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. ഇതുവരെ കണ്ണൂർ ജില്ലയിൽ എത്ര കൊലപാതകം നടന്നു, അതിൽ ആരൊക്കെ പ്രതിയായിട്ടുണ്ട്, BJP ആകട്ടെ CPM ആകട്ടെ, അവരെ മുഴുവൻ പാർട്ടിയുടെ എല്ലാ കാര്യത്തിനും മാറ്റി നിർത്തുക. അവരുടെ ഒന്നും കേസുകൾ കണ്ടസ്റ്റ് ചെയ്യാൻ ഒരു 2 പാർട്ടികളും തയ്യാറെല്ലാം തീരുമാനിക്കുക. ഇതിപ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പോൾ ബിജുവിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യണം. ബിജു മരണപ്പെട്ട ആൾ അയാളുടെ ഗ്രീവൻസിലൊക്കെ അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ബിജു പ്രതിയായിരുന്നപ്പോഴും ആ പ്രതിയെ സപ്പോർട്ട് ചെയ്തിരുന്നവർ. ഇപ്പോൾ ഇതിനെ റേസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ നാളെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോയ ആൾക്ക് വേണ്ടി വക്കീൽ ഹാജരായതിന് ഒരു ന്യായീകരണം റഹീം പറഞ്ഞത് ശരിയാണ്, വക്കീലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് പോകും. പക്ഷേ ഇതിനെയൊക്കെ വക്കീൽ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് BJP അങ്ങനെ സംശയിക്കുന്നു എന്നതിനെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയാണ് വേണ്ടത്. അത് CPM-ഉം കാണിക്കണം, BJP-യും കാണിക്കണം. ആ കോടിയേരി ബാലകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതുകൊണ്ട് കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇതിനു മുമ്പ് ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, വരമ്പത്ത് കൂലിയുടെ കഥ പറഞ്ഞു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് BJP നേതാവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്
സ്റ്റേറ്റ്മെൻറ്റ്. ഇത്ര സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിർത്തണം. മനുഷ്യനാണ് ആദ്യം കാണുക. അതുകൊണ്ട് ലോയും നിയമവും ഒക്കെ അങ്ങോട്ട് നിൽക്കട്ടെ, നിയമങ്ങളെല്ലാം നോക്കി അത് ശരിയോ തെറ്റോ എന്നൊക്കെ പരിശോധിക്കാൻ നിൽക്കട്ടെ. ഈ ജീവന് വില കൊടുക്കാൻ BJP ഒന്ന് തയ്യാറാകണം, CPM തയ്യാറാകണം. ശ്രീ കെ സുരേന്ദ്രൻ, കേന്ദ്ര സർക്കാരിന് കണ്ണൂരിൽ ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? കണ്ണൂരിലുണ്ടോ? ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആസൂത്രിതമാണ് എന്ന് പോലീസും പറയുന്നുണ്ട്, BJP അങ്ങനെ ആരോപിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന ചില സാഹചര്യ തെളിവുകളൊക്കെ CPM-നെതിരുമാണ്. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പക്ഷേ കേന്ദ്രം BJP ആവശ്യപ്പെടുന്ന പോലെ ഒരു പട്ടാളത്തിന് പ്രത്യേക അധികാരം കൊടുക്കുന്ന നിയമം അവിടെ പ്രയോഗിക്കണമോ? കേന്ദ്ര സർക്കാരിൻ്റെ ആ നിലയ്ക്കുള്ള ഇടപെടൽ അവിടെ വേണമോ? അതൊക്കെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണോ? അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊക്കെയാണോ? അതൊക്കെ മാത്രമേ ഇതിനൊരു പരിഹാരമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ? ഇത് BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇത് ആദ്യത്തെ തവണയല്ലല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിനു മുമ്പ് കണ്ണൂരിൽ പറഞ്ഞിരുന്നല്ലോ. കതിരൂർ മനോജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നടന്ന വിഷയത്തിൽ ഇതാ കേന്ദ്രം വരുന്നു, പട്ടാളം വരുന്നു, പട്ടാളം വരുന്നു, കേന്ദ്രം വരുന്നു, CBI വരുന്നു എന്തൊക്കെ പറഞ്ഞിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വന്നിരുന്നില്ലേ അന്ന്? ഇന്ന് വന്നത് കേന്ദ്രമന്ത്രി റൂഡി, ഓക്കെ. അന്ന് വന്നത് രാജ്നാഥ് സിംഗ്. എന്നിട്ട് എന്തുണ്ടായി? കതിരൂർ മനോജ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPക്ക് എന്ത് ചെയ്യാൻ പറ്റി? കേന്ദ്രം പട്ടാളത്തെ വിളിക്കുന്നു, ഇതാ പട്ടാളം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരെ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്? അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ചെയ്തു കാണിക്കാനുള്ള സാമാന്യ രീതി അത് BJP ആകട്ടെ, സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട CPM ആകട്ടെ കാണിക്കണം. ഇവിടെ പട്ടാളമൊന്നും വരേണ്ട കാര്യമില്ല. ഇവിടെ കേരള പോലീസിൻ്റെതായ ജോലി ചെയ്താൽ അത് കൃത്യമായി നിർവഹിക്കപ്പെടും. UDF-ന്റെ ഗവൺമെന്റ് 5 കൊല്ലക്കാലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും 2 ആഭ്യന്തരമന്ത്രിമാർ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയ സമാധാന അന്തരീക്ഷം എന്ത് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി ആ പാഠപുസ്തകം ഒന്ന് നോക്കിയാൽ കേരളം നല്ലപോലെ ഭരിക്കാൻ പറ്റും. ഇവിടെ കൊലപാതകത്തിന് പ്രേരക ചാലക ശക്തിയാകുന്നത് ആരാണ്? കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നവരല്ലേ? കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നവർ തന്നെ കൊലപാതകം ചെയ്യുക, അവർ തന്നെ സമാധാനം വേണമെന്ന് പറയുക, അവർ തന്നെ കൊലപാതകത്തെ അപലപിക്കുക, അവർ തന്നെ പട്ടാളം വേണമെന്ന് പറയുക, അവർ തന്നെ പോലീസ് വേണമെന്ന് പറയുക. സർ, ഈ രാജ്യത്തെ ജനങ്ങൾ ആരോട് ചിന്തിക്കണം, എന്ത് പറയണം? ഇവർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊലപാതകം ഞങ്ങൾ നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ കരാറാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ആരാ ഒരു കരാറുണ്ടാക്കുക? ഇനി സമാധാന ചർച്ച വേണമല്ലോ. ഈ ചർച്ചകൾ ദൃശ്യമാധ്യമങ്ങൾക്കകത്ത് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു സമാധാന ചർച്ച വേണം. ആ സമാധാന ചർച്ച ആര് നടത്തും? ഇനി മുഖ്യമന്ത്രി വന്നിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ണൂർ ജില്ലയിൽ തന്നെ സമാധാനം ഉണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനമുണ്ട്. എന്താണ്? കൊല നടന്നിരിക്കുന്ന വീടുകളിൽ പോകണം, അക്രമം നടന്നിരിക്കുന്ന വീടുകളിൽ പോകണം, ബന്ധപ്പെട്ടവരെ സമാധാനിപ്പിക്കണം. ജില്ലാ കളക്ടർ മുൻകൈയെടുത്തു. ഞാൻ ഉൾപ്പെടെ, എൻ്റെ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഹകരിച്ചു. BJP നേതാക്കന്മാർ, CPM നേതാക്കന്മാർ, ഞങ്ങളെല്ലാം പോയില്ലേ? ഓരോ വീടുകളിൽ പോയില്ലേ? എന്തായിരുന്നു സന്തോഷിന്റെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം? സന്തോഷിന്റെ വീട്ടിലെത്തിയപ്പോൾ, ധർമ്മടത്ത് സന്തോഷിന്റെ വീട്ടിലെത്തിയപ്പോൾ സന്തോഷിന്റെ ഭാര്യ പൊട്ടി കരഞ്ഞുകൊണ്ട് CPM നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ച് കളക്ടറുടെ മുമ്പിൽ പറഞ്ഞു, സർ ഇവരാണ് സർ. എന്ത് നടപടി ഉണ്ടായി? ഇപ്പോൾ നടപടിയില്ല. ഈ നടപടി ഇല്ലാത്തത് കൊലപാതകികൾക്ക് പോലീസല്ല ആക്ഷൻ ചെയ്യുന്നത്. പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഭരണ നേതൃത്വം, CPM നേതൃത്വം ഒരു ഭാഗത്ത്, കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വം ഒരു ഭാഗത്ത്, 2 പേരും പോലീസിന് കൂച്ചുവിലങ്ങിടുകയാണ്. ഇവർ 2 പേരും മത്സരിക്കുന്നത് ജനങ്ങളെ കൊല്ലാനാണ്. പാവപ്പെട്ടവർ മരിച്ചു വീഴുന്നു ഈ മണ്ണിൽ. സർ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിമാനത്തിൽ കൊണ്ടുവന്ന് ഹൃദയം മണിക്കൂറുകൾ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന നമ്മുടെ രാജ്യത്തെ ഡോക്ടർമാർ സഹിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാത്രമാണ്? ഒരാളുടെ മനുഷ്യജീവൻ രക്ഷിക്കാൻ വിമാനത്തിൽ ഹൃദയം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളും കാണുന്നു ദൃശ്യമാധ്യമങ്ങളിലൂടെ, ഒരു ജീവൻ രക്ഷിക്കാൻ. ഇവരെയൊക്കെ ആദ്യം പിടിച്ചുകൊണ്ടുപോയി കെട്ടേണ്ടത് ആശുപത്രികളിലാണ്. തിരുവനന്തപുരത്ത് REC ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിൽ മരണത്തോട് മല്ലടിക്കുന്ന കുടുംബങ്ങൾ പൊട്ടിക്കരയുന്ന ആ കുടുംബത്തിന്റെ മുമ്പിൽ ഇവരെ കൊണ്ടുപോയി നിർത്തണം. എന്നിട്ട് ഇവരുടെ മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ കൊലപാതകത്തിന് സമാധാനമുള്ളൂ. അതുകൊണ്ട് ഒരു പട്ടാളത്തെയും വിളിച്ചുകൊണ്ട് കാര്യമില്ല. പട്ടാളം കണ്ണൂരിൽ വന്നാൽ BJP-ക്കാർ വിചാരിക്കും ഞങ്ങൾ പറയുന്ന ആളെല്ലാം വെടിവെച്ച് കൊല്ലാൻ സാധിക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആവശ്യമില്ലാതെ പട്ടാളം വരണ്ട. പട്ടാളത്തെ പേടിപ്പിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ ആളുകളെ പേടിപ്പിച്ച് എന്തെങ്കിലും ചെയ്തു കളയാമെന്നുള്ള ധാരണയും വേണ്ട. അതൊന്നും കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ്.
ഇവിടെ കൃത്യമായി നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി എനിക്ക് കൊല ചെയ്യില്ല, ഞങ്ങൾ കൊലപാതകത്തിനില്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറച്ചു പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? സമാധാനം കണ്ണൂരിൽ വരും. അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാലും അത് കണ്ണൂരിൽ നിലനിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രസ്താവനയായിരുന്നുവല്ലോ കഴിഞ്ഞ തവണ മസ്കറ്റ് ഹോട്ടലിൽ BJPയുടെയും RSSന്റെയും നേതാക്കളും CPM നേതാക്കളും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ സമാധാന ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. അത് ഫെബ്രുവരി 14 കണ്ണൂരിൽ ഒരു സർവകക്ഷി സമാധാന യോഗവും നടന്നുവല്ലോ. ഇതൊക്കെ നടന്നതിന് ശേഷവും അതിൻ്റെ തീരുമാനങ്ങൾ ലംഘിക്കപ്പെട്ടു. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. പ്രത്യേകിച്ചും ഇപ്പോഴുണ്ടായ കഴിഞ്ഞ 2 കൊലപാതകങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPMന്റെ കണ്ണൂരിലെ പ്രവർത്തകരോ താഴെത്തട്ടിലുള്ള നേതാക്കളോ ആണെന്നതും വിസ്മരിച്ചുകൂടാ. വിജയകുമാർ ചോദിച്ചതിനും ശ്രീ JR പത്മകുമാറും അതോടൊപ്പം തന്നെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതിനും മറുപടി പറയാൻ ദേവി എനിക്ക് സമയം തരണം. ഒന്ന്, ശ്രീ സുരേന്ദ്രൻ ചോദിച്ചൊരു കാര്യമാണ്, അദ്ദേഹം ഇങ്ങനെ RCCയിൽ കൊണ്ടുപോകണം, അതൊക്കെ കണ്ടാൽ ഇങ്ങനെ അവരുടെ ഇങ്ങനെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, എന്തോ ഒരു ചാരിത്ര പ്രസംഗമാണ് ഈ നടത്തിയത്. നിങ്ങൾ ലാൽജി കോളന്നൂരിനെയും മധു ഈച്ചരത്തിനെയും മറന്നോ? എന്തിൻ്റെ പേരിലായിരുന്നു? ഗ്രൂപ്പ് വൈരത്തിൻ്റെ പേരിലായിരുന്നില്ലേ നിങ്ങൾ നേരത്തെ പരാമർശിച്ച ശ്രീ തിരുവഞ്ചൂരിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിമരിച്ചത്? ഇനി RCCയിലെങ്ങാനും കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ച് മനപരിവർത്തനം നടത്താനാണെങ്കിൽ ആദ്യം കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ നേതാവ് ശ്രീ സുധാകരനെയാണ്. സഖാവ് EP ജയരാജനെ മറന്നുപോയോ? എന്തേ ശ്രീ സുരേന്ദ്രൻ അത്ര പെട്ടെന്ന് മറന്നുപോയോ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇപ്പോഴും വെടിയുണ്ടയും പേര് നടക്കുന്നതേ. വഴിയെ പോയപ്പോഴും വീണപ്പോൾ ശരീരത്തിൽ തുളച്ചേറിയതല്ല ശ്രീ സുരേന്ദ്ര. മറന്നുപോയോ നിങ്ങളും ഈ RSS കൂടെ ഒരുമിച്ച് ചേർന്ന് കൊലപാതകം നടത്താൻ വേണ്ടി തോക്കും കൊടുത്ത് പറഞ്ഞു EP ജയരാജനെ ഇന്നും ജീവിച്ചിരിക്കുന്നു. അല്ല, അതായിക്കോട്ടെ, അല്ലല്ല, നിങ്ങൾക്ക് കളിയാക്കാനേ പറ്റൂ. നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്നത് RSSന്റെ കൂടാരത്തിലേക്ക് ചേക്കേറലാണ്. ഞങ്ങൾ RSSനെതിരെ ചെറുത്തു നിൽക്കുന്നു, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇന്നിപ്പോ ശ്രീ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ വക്താവായി നിങ്ങളുടെ മുമ്പിൽ വന്നെങ്കിൽ BJPയുടെ വക്താവായി SM കൃഷ്ണ അങ്ങനെ പോയ ആളാണ്, ND തിവാരി അങ്ങനെ പോയ ആളാണ്, റീത്ത ബഹുഗുണ ജോഷി അങ്ങനെ പോയ ആളാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഈ സുരേന്ദ്രന്മാർ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ BJPയെ പ്രതിരോധിക്കുന്ന കാര്യമൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളും BJPയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കൊല്ലാൻ. രണ്ട്, ശ്രീ വിജയകുമാറെ, നിങ്ങളെ പാർട്ടി നേതാക്കന്മാരെ പിടിച്ചു നിർത്തിയാൽ മതി, ഞങ്ങളെ നോക്കണ്ട. ശ്രീ വിജയകുമാർ, നേരത്തെ അങ്ങനെക്ക് സമയം തന്നില്ല. നേരത്തെ പറയട്ടെ ശ്രീ വിജയകുമാറെ, നേരത്തെ ഞാൻ ശ്രീ വിജയകുമാറിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ വിജയകുമാറിന് തന്നെ കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞല്ലോ പുറ്റിങ്ങൽ ദുരന്തത്തെ അവർ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന്. അതിന്റെ തെളിവാണ് ഞാൻ അങ്ങേക്ക് വാട്സാപ്പ് ചെയ്തത്. ഇറ്റ്സ് ടെറർ അറ്റാക്ക്, അൺഎക്സ്പ്ലോർഡ് ഡൈനാമിക് സ്റ്റിക്സ് അറ്റ് ദി സൈറ്റ് ഓഫ് പുറ്റിങ്ങൽ ടെമ്പിൾ ഫയർ. ഒരു പോസ്റ്റാണ് അത്. എന്തിൻ്റെതാണ് എന്ന് ശ്രീ വിജയകുമാറിന് തന്നെ ആധികാരികത ചെക്ക് ചെയ്യാം. ഞാൻ അങ്ങോട്ടേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. 2, ഇറ്റ്സ് നോട്ട് ടൈനി ഫയർ ക്രാക്കർ ആക്സിഡൻറ്റ്, ഇറ്റ്സ് റിയൽ ബിഗ് ബോംബ് എക്സ്പ്ലോഷൻ ബൈ ടെററിസ്റ്റ്. അതിൻ്റെ ആധികാരികതയും അങ്ങക്ക് പരിശോധിക്കാം. ഞാൻ ഇവിടെ നിന്ന് നമ്പർ സമ്പാദിച്ച് നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങളുടെ ടെലിവിഷനിൽ കാണിക്കൂ. BJP ദേശവ്യാപകമായി പ്രചരിപ്പിച്ചതാണ് പുറ്റിങ്ങൽ ദുരന്തത്തെ എങ്ങനെയാണെന്ന്. പിന്നെ നേരത്തെ ശ്രീ പത്മകുമാർ പറഞ്ഞു ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് ഞങ്ങളാണെന്ന്. എന്ത് വൈരുദ്ധ്യമാണ്! ഇന്ത്യ ആദ്യമായി കണ്ട അത്തരത്തിൽ ഒരു മനുഷ്യന്റെ മരണത്തിൽ പരാമർശിച്ചുകൊണ്ട് നടന്ന ആഹ്ലാദ പ്രകടനം 48 ജനുവരി 30-നാണ്, ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ. ആഹ്ലാദ പ്രകടനം നടത്തിയ സംഘടനയുടെ പേര് രാഷ്ട്രീയ സ്വയം സേവക് സംഘം. എത്രയോ തെളിവുകളുണ്ട്. ഈ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങൾ ആരാണ് പ്രചരിപ്പിച്ചത്? ഇത് എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്? അതുകൂടി പറയൂ പ്ലീസ്. അല്ല ശ്രീ വിജയകുമാർ, ഒരു മിനിറ്റ് ഇത് കേൾക്കൂ. UR അനന്തമൂർത്തി മരിച്ചപ്പോൾ എന്റെയും നിങ്ങളുടെയും കൺമുമ്പിലൂടെ അല്ലേ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തില്ലേ? UR അനന്തമൂർത്തി മരിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയ പാർട്ടീസാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവർ പ്രചരിപ്പിക്കുകയാണ്. ഇതൊരു ഉത്സവപ്പറമ്പിൽ ഒരു ഗാനമേളക്കോ മറ്റോ ഒരു പരിപാടിയോട് അനുഭാവം പ്രകടിപ്പിച്ച് കുട്ടികൾ നടത്തിയ ഒരു പ്രകടനത്തെ, അത് ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല, ആ നടത്തിയ പ്രകടനത്തെ അതിനെ എടുത്തിട്ട് കാണിക്കുകയാണ്, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഓരോ കാര്യം നിങ്ങൾ നോക്കൂ. ഇവർ റൂഡി സന്ദർശിച്ചു. കഴിഞ്ഞ തവണ അവിടെ കണ്ണൂരിൽ അവിടെ കതിരൂർ മനോജ് വധക്കേസ് നടന്ന സമയത്ത് രാജ്നാഥ് സിംഗ് വന്നു. ആ രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്ത് വന്നപ്പോഴോ തിരുവനന്തപുരം നഗരമധ്യത്തിലിട്ട് ഇവർ കൊലപ്പെടുത്തിയ വിഷ്ണു വധക്കേസിലെ
പ്രധാന പ്രതികൾ ഇപ്പോൾ ജയിലിലാണ്, ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ്. മുഴുവൻ പ്രതികളെയും കോടതി ശിക്ഷിച്ചു. ആ പ്രതികൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തോളിൽ കൈയിട്ട് കിരീടം വെച്ചു കൊടുത്ത് ഫോട്ടോ എടുത്ത് നിൽക്കുന്നു. ഇവർ അവിടെ റൂഡി വരുന്നു. ഇവരുടെ ജില്ലാ പ്രസിഡന്റ് ഇന്നലെ ഇവിടെ കൊലവിളി നടത്തുന്നു. ഇവർ ഒരു വശത്ത് കൊലവിളി നടത്തുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് രാജ്യവ്യാപകമായി മാർക്സിസ്റ്റ് ഭീകരവാദികൾ ഇവിടെ ഹിന്ദുക്കൾക്കും RSSകാരെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ ആരോപിക്കുന്നു, 2 കാരണങ്ങളാലാണ്. ഒന്ന്, കേന്ദ്രത്തിന് ഇടപെടാനുള്ള രാഷ്ട്രീയ സാഹചര്യവും വാർത്തയും ഒരുക്കലാണ്. രണ്ടാമതൊന്ന്, കേന്ദ്രത്തിൽ ഇവിടെ വലിയ ഭീകരതയും ഇവരെല്ലാം ഇരകളാണ്, നിവർത്തിയില്ല ഈ പിണറായി വിജയനെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും കൊണ്ട് എന്ന് പ്രചരണം നടത്തി അവിടുന്ന് പരമാവധി പൈസ പിടുങ്ങാനുള്ള ഏർപ്പാടാണ്. ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സദാചാരമില്ലായ്മയാണ്. പറയാനില്ലാതെ BJP ഞാൻ പറയട്ടെ 3 വർഷം ഞാൻ JR പത്മകുമാറിലേക്ക് പോയിട്ട് അതിന് വിശദീകരണം താങ്കളോട് വീണ്ടും തേടാം. ശ്രീ JR പത്മകുമാർ, ഈ പണം വാങ്ങാൻ BJP കണ്ടെത്തിയ ഒരു ഉപാധിയാണോ ഈ രീതി ബലിദാനികളുടെ ചിത്രങ്ങൾ? ഇപ്പോൾ നേരത്തെ റഹീം ആരോപിച്ചതുപോലെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട BJP RSS പ്രവർത്തകരുടെ പടവും അതിൻ്റെ കൂടി വെച്ച് ദില്ലിയിൽ ഒരു പ്രദർശനം നടത്തി എന്നത് നേരത്തെ ഉണ്ടായ ഒരു ആക്ഷേപമാണ്. ഈ പണം വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തിന് താങ്കൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞ് ഒരു വിശദീകരണം കൊടുക്കൂ ശ്രീ റഹീമിന്. അല്ല, CPMന്റെ നേതാക്കന്മാർ, സെൻട്രൽ ലീഡേഴ്സ് എല്ലാം ഇവിടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വരുന്നത് പൈസ ആയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അത് തന്നെ സമ്മതിക്കാം. ഞങ്ങൾ ഈ മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായി ദേശവ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകര്, സംഘപ്രവർത്തകര് മരണപ്പെട്ടത് ഞങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്നുണ്ട്. അത് അവർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതാണ്. ഞങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ത്യയിൽ തുടങ്ങി 1925-ലാണ്. ആ സംഘടനയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ളൊരു സംഘടന, ഇന്ന് ലോകത്ത് തന്നെ വ്യാപിച്ചിട്ടുള്ള സംഘടന, അതിന്റെ പൈസ പിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമാണ് കേരളത്തിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്ത് ബാലിശമാണ്. പിന്നെ റഹീം ഉന്നയിച്ച വേറൊരു കാര്യം, കൊലക്കേസിലല്ല ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി പോയി എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും മന്ത്രിമാർ വരുമ്പോൾ അടുത്ത് പോകാൻ ഇരിക്കാൻ പറ്റും? എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ എത്ര കൊലക്കേസിൽ പ്രതിയാ? അദ്ദേഹം എപ്പോൾ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്, എപ്പോഴും മുഖ്യമന്ത്രിയുടെ സ്വന്തം സഹചാരിയായിട്ടല്ലേ പോകുന്നത്. എത്ര ആളുകളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇത് ബാലിശമായ കാര്യങ്ങളാണ്. പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ പ്രചരണങ്ങളല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായിട്ട് നടപടിയെടുക്കും എന്ന് പറയുന്നത് പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി CPMലെ അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നത്. യാതൊരു മാറ്റവുമില്ല. പുള്ളി മാറുമെങ്കിൽ CPMന്റെ ഈ അക്രമവാസനയും മാറും. അതല്ലാതെ ഒരു മാറ്റവുമില്ല. ഈ വളരെ വലിയ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്താ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളൊരു പ്രവർത്തകരെ ബിജുവിനെ കൊല ചെയ്തത്? ഞങ്ങൾ ചെയ്തതെന്നല്ലേ പറയുന്നത്. ഇപ്പൊ പറയുന്നത് കേന്ദ്രത്തിൽ ഇടപെടാൻ സാഹചര്യം ഒരുക്കുന്നത്. ലോകത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള നടക്കുമ്പോൾ മകളും അമ്മയും കൂടി കലാമേളയ്ക്ക് പോകുമ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥനെ, അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഏത് മാനുഷിക അവകാശത്തിന്റെ അല്ലെങ്കിൽ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് ഹീനമായ കാര്യവും ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരും. ഞങ്ങളല്ലല്ലോ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത്, പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അച്യുതാനന്ദന്റെ നിലപാടെന്താ CPMനെ കുറിച്ച്? ഈ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയാണ് എന്റെ പാർട്ടി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞത് ഞങ്ങളാണോ? അച്യുതാനന്ദനല്ലേ? ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളല്ലേ? CPM കേരളത്തിൽ ഉണ്ടാക്കിയ ആളല്ലേ? അതേപോലെ പറഞ്ഞത് എന്നെ പാർട്ടി സെക്രട്ടറിയുടെ പരിശീലനം സൃഷ്ടിച്ച പടയാളികൾ തുരുതുരാ വെടിവെക്കുന്നു, എന്റെ പാർട്ടി ഫാസിസ്റ്റ് ആണെന്ന്. ഇവരെ പാർട്ടി ഉണ്ടാക്കിയ ശ്രീ JR പത്മകുമാർ, താങ്കളോട് ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക് എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, റഹീമിനോടും പത്മകുമാർ സാറിനോട് ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും പറയുന്നു കൊലക്കേസിൽ പ്രതിയായിരുന്നാൽ പോലും ഞങ്ങളുടെ നേതാക്കളോടൊപ്പം നിൽക്കാം, ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കാം, അതിനകത്ത് യാതൊരു അപാകതയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൊലക്കേസിൽ പ്രതിയാക്കി ഒരാളെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ 302 ആണ്, കൊലയാണ് ഓഫൻസ്. ക്രൈം എടുത്തു കഴിഞ്ഞാൽ
അവരെ വീണ്ടും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ അവർ വെറുതെ വിടുന്ന സമയത്ത് നമുക്കൊരു പ്രൊട്ടക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൊലക്കേസിൽ അനധികൃതമായ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോർട്ടിലൊക്കെ പോയി 482 കൊടുത്ത് ക്വാഷ് ചെയ്ത് മേടിക്കാം അവർക്കെതിരെ, അല്ലെങ്കിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഇടാം. ഇതൊക്കെ ഇട്ട് അവർ കുറ്റവിമുക്തമാണ് അല്ല അവർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പോടെ വരുമ്പോൾ സംരക്ഷിക്കാം. പക്ഷേ പ്രതിയായിട്ട് നിൽക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടൊപ്പം പോയി നിൽക്കുന്നതിനെ ന്യായീകരിക്കരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്കിത് അവസാനിക്കണമെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ റഹീം പറയുമ്പോൾ റഹീമിനെ പോലുള്ള ചെറുപ്പക്കാരെ ഇനിഷ്യേറ്റ് ചെയ്യണം. കണ്ണൂരിലെ വിഷയം അവസാനിപ്പിക്കണമെങ്കിൽ ഈ പ്രതിയാകുന്ന ആളുകളെ പോലും തൽക്കാലത്തേക്ക് മാറ്റി നിൽക്കട്ടെ, അവർക്കൊരു അക്വിറ്റൽ കിട്ടട്ടെ, കിട്ടിക്കഴിഞ്ഞ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഇന്നെങ്കിലും ഒന്ന് തീരുമാനിക്കൂ, ഇതുവരെ എത്ര ക്രൈം 302 മർഡറിൽ അവിടെ കണ്ണൂർ എടുത്തിട്ടുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ മുഴുവൻ കേസുകളിലെയും പ്രതികളെയും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താൻ ഒരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാടില്ല. മരിച്ച ആളുടെ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം, അതുപോലെയല്ല കൊല്ലാൻ പോയ ആൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് തെറ്റാണ്. ശ്രീ കെ സുരേന്ദ്രൻ, കഴിഞ്ഞ ഒരു ചർച്ചയിലും ശ്രീ റഹീം ഉന്നയിച്ച ആരോപണം ഉയർന്നു വന്നിരുന്നു. അന്ന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിന് മറുപടി പറയാനുണ്ടായിരുന്നില്ല ഈ ഫ്ലോറിലെന്ന് എനിക്ക് തോന്നുന്നു. RSSും കോൺഗ്രസും കണ്ണൂരിൽ ഭായിയാണ് എന്നാണ് അന്ന് ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ CPM-നെ നേരിടാൻ ആ നിലയിൽ ഒരു കോൺഗ്രസ് RSS അല്ലെ കോൺഗ്രസ് സംഘപരിവാർ അലയൻസ് ഒരു സൗഹൃദ ആ നിലയ്ക്ക് അവിടെ ഉയർന്നു വരുന്നുണ്ടോ? ഇതൊരു CPM ആരോപണം, ഞാൻ അതേ നിലയ്ക്ക് ചോദിക്കുകയാണ് താങ്കളോട്. അല്ലെ, ഇവിടെ പകൽ വെളിച്ചം പോലെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധം. അതിന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു വിവരം ആവശ്യമുണ്ടോ? ഇവിടെ കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ രാജഗോപാൽ ആർക്കാ വോട്ട് ചെയ്തേ? ഇവിടെ KG മാരാർ മത്സരിച്ചപ്പോൾ KG മാരാറിന് വോട്ട് ചെയ്ത ആളാ P ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ. കോൺഗ്രസിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസ്? ഇവിടെ CPM-ന് ഒരു കാര്യം വേണം, എന്ത്? കോൺഗ്രസും RSSും തമ്മിൽ ബന്ധമാണ് എന്ന് പ്രചരണം നടത്തി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി കോൺഗ്രസിനെ അകറ്റി നിർത്താനുള്ള തന്ത്രപരമായ ഒരു സമീപനം. അതിനപ്പുറത്തേക്ക് പോയി താങ്കൾ ഒരു പക്ഷേ നാളെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് BJP-യുടെ ഒരു വക്താവായിട്ടായിരിക്കും എന്ന് റഹീം പറഞ്ഞു. കാരണം അതുപോലെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഒഴുക്കാണത്രേ. റഹീം ജ്യോതിഷം അറിയോന്ന് എനിക്കറിയില്ല. റഹീം പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജ്യോതിഷ വക്താവിന്റെ രൂപം നൽകാൻ കഴിയോ? റഹീം BJP-യിലേക്ക് പോയാലും കണ്ണൂരിൽ കോൺഗ്രസ് നേതാക്കളൊന്നും BJP-യിലേക്ക് പോകില്ല. BJP-യിലേക്കും CPM-യിലേക്കും അവർ തമ്മിൽ ഭായി എന്ന ബന്ധം ഉണ്ടാക്കിയത് ഇവിടെ BJP-യിൽ നിന്ന് CPM-യിലേക്ക് ആളെ എടുത്തുകൊണ്ടും CPM-ൽ നിന്ന് BJP-യിലേക്ക് തള്ളിവിട്ടുകൊണ്ടാ. കണ്ണൂരിലെ എത്ര പ്രദേശങ്ങളിൽ ഇവർ ഭായിയാണ്? കണ്ണൂരിലെ എത്ര പ്രദേശങ്ങളിൽ അക്രമത്തിന്റെ തേർവാഴ്ച ഇതിന്റെ പേരിൽ ഉണ്ടായി? കോൺഗ്രസിന്റെ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ കേരളത്തിൽ, നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് SM കൃഷ്ണ നടന്നു, മറ്റേത് നടന്നു, മറിച്ചത് നടന്നു ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കേരളത്തിൽ കണ്ണൂർ ജില്ല പറയുമ്പോൾ അമേരിക്ക പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ പറയണം, ഇവിടെയുള്ള കാര്യങ്ങൾ പറയണം. കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ BJP എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഒരാളെ പോലും ഈ കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിസ്റ്റർ റഹീമിന് അറിയുമെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന ഈ നിയമസഭയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഹീമിന് ഒരു പേര് പറയാൻ പറ്റുമോ? കണ്ണൂരിൽ, കേരളത്തിൽ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. റഹീമാരെ ഇത് തീരുമാനിക്കാൻ BJP-യിലേക്ക് നിങ്ങളൊരു ഏജന്റ് ആകണ്ട. BJP-യിലേക്ക് ആളെ ചേർത്ത് കൊടുക്കുന്ന ഒരു ഏജന്റായി CPM നേതാക്കൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അവരത് അവസാനിപ്പിക്കണം. ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ തറപറ്റിക്കുമെന്ന നിങ്ങളുടെ മുദ്രാവാക്യമാണ് ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പോയത്. കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പോയപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്തുമാത്രമാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറ്റ് സംസ്ഥാനത്ത് പോകാൻ പറ്റിയില്ല, ഭോപ്പാലിൽ പോകാൻ പറ്റിയില്ല. അദ്ദേഹം മടങ്ങി വന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ കോൺഗ്രസ് നേതാവായ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അവിടെ സഹായം നൽകിയത്. കേരളത്തിലെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അവിടെ പോകാൻ അവസരം ഉണ്ടാക്കി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? അല്ല, അദ്ദേഹം നിർത്തിയാൽ ഞാൻ പറയാം. ശ്രീ വിജയകുമാറേ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ എന്തോ ശുപാർശ കത്ത് കിട്ടിയിട്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് കർണാടകയിൽ സംരക്ഷണം കൊടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പ്രത്യേക ശുപാർശ കത്തൊന്നും വേണ്ട. അദ്ദേഹം പോയത് അവിടുത്തെ നിങ്ങളുടെ പാർട്ടി പരിപാടി പങ്കെടുക്കാനെന്നല്ല. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിലയിൽ പോകുമ്പോൾ ഭരണഘടനാപരമായി സുരക്ഷിതത്വം കൊടുക്കുക ഉത്തരവാദിത്തമാണ്.
പിന്നെ താങ്കൾ പറഞ്ഞു ഭോപ്പാലിൽ സാധിച്ചില്ല? കോൺഗ്രസും CPM എന്തുകൊണ്ട് ഭോപ്പാലിൽ സാധിച്ചില്ല? ഒ രാജഗോപാൽ എങ്ങനെയാ കേരള നിയമസഭയിൽ ഇരിക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ലേറെ വോട്ട് പഴയ തെരഞ്ഞെടുപ്പിനേക്കാൾ സഖാവ് വി ശിവൻകുട്ടി നിയമത്തിൽ അധികം സമ്പാദിച്ചു. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയോ? ആ വോട്ട് എവിടെ പോയി? തിരുവനന്തപുരം നഗരസഭയിൽ നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി. ഇവർ മുഖ്യ പ്രതിപക്ഷമായി. ആരുടെ വോട്ട് കൊണ്ട്? പിന്നെ നിങ്ങൾ KG മാരാരുടെ കഥ പറഞ്ഞു. ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മടങ്ങിപ്പോകുന്ന വഴിയിൽ ലൈബ്രറി കയറിയിട്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കണം. അത് KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന KG മാരാരുടെ ജീവചരിത്ര പുസ്തകമാണ്. എല്ലാം വായിച്ച് സമയം കളയണ്ട. അതിലൊരൊറ്റ അധ്യായം വായിച്ചാൽ മതി. പാളിപ്പോയ പരീക്ഷണം. 1991 അഡ്വക്കേറ്റ് രത്നസിംഗിനെ വടകരയിൽ പിന്നെ ബേപ്പൂരിൽ ആ മോഡൽ മറന്നുപോയോ? കോൺഗ്രസ് ലീഗും BJPയും ഒരുമിച്ച് നിന്നിട്ട് കഴിഞ്ഞ നിയമസഭയിൽ പോലും KM ഷാജി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ UDF-ന്റെ നേതാക്കന്മാർക്ക് വല്ലാതെ വേദനിക്കുകയാണല്ലോ RSSനെ കുറിച്ച് പറയുമ്പോൾ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ നാട്ടിലല്ലേ BJP വിട്ട് ഞങ്ങളോടൊപ്പം വന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് RSS ആക്രമിച്ചത്? നിങ്ങൾ ഉൾപ്പെടെയുള്ള DCC ഒരു പ്രസ്താവന ഇറക്കിയോ? ഇന്നലെ തിരുവനന്തപുരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൊലവിളി നടത്തിയല്ലോ. എന്തേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ നാവ് എവിടെ പോയി? കാശിക്ക് പോയോ? എന്താ നിങ്ങൾ മിണ്ടിയില്ലല്ലോ? ഇവിടെ തോക്ക് ചൂണ്ടി CPIM പ്രവർത്തകനെ തിരുവനന്തപുരം നഗരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മനോജിനെ. നിങ്ങൾ മിണ്ടിയോ? അനങ്ങിയോ? ഒരു പ്രസ്താവന എടുത്തോ? ഇല്ലല്ലോ. നിങ്ങൾ BJPയുടെ B ടീമാകുന്നു. അത് പൊമ്പള ഒരുമൈ സമരത്തിൽ നമ്മൾ കണ്ടു. അവിടെ പരസ്പരം നേതാവും ഒരു ഐക്യമാണ്. നിങ്ങൾ BJPയും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി ശ്രീ ഷായുടെ സൂചിപ്പിച്ചു, ഞങ്ങളാരും അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ആരാണ് ബോധപൂർവം അക്രമം സൃഷ്ടിക്കുന്നത്? ഈ ഗവൺമെന്റ് മെയ് 25-നാണ് അധികാരമേറ്റത്. അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് മെയ് 18-ന് പിണറായിയിലെ സഖാവ് CV രവീന്ദ്രനെ കൊലപ്പെടുത്തി. മെയ് 27-ന് തൃശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരിൽ ശശികുമാറിനെ കൊലപ്പെടുത്തി. ശശികുമാറിന്റെ കൈയും കാലും വെട്ടിയെടുത്തിട്ടാകുന്നേ. പയ്യന്നൂരിൽ ധനരാജനെ ജൂലൈ 11-ൽ കൊലപ്പെടുത്തി. ഒക്ടോബർ 9 പടുവിലായി മോഹനെ കൊലപ്പെടുത്തി. കൊടിഞ്ഞി ഫൈസലിനെ കൊലപ്പെടുത്തി. പാറോളിൽ മുരളി, കൊണ്ടോട്ടിയിൽ നവംബർ 19-ന്. ശ്രീ റഹീം, ഈ കണക്ക് പറയാതെ, ഈ കണക്ക് പറയുകയാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന JR പത്മകുമാറിനും കണക്ക് പറയാൻ കാണും. ഈ കണക്കുകൾ കേൾക്കുന്നത് ഒട്ടും സുഖമുള്ള കാര്യമല്ല. ഈ കൊല്ലുന്നതും മരിക്കുന്നതും ഒന്നും ആർക്ക് കേൾക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കണക്ക് പറയാനാണെങ്കിൽ രണ്ടു കൂട്ടത്തിൽ കണക്കുണ്ടാവും. അല്ലല്ല, വിജയകുമാർ ഒരു മിനിറ്റ്. വിജയകുമാർ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം, ശ്രീ പത്മകുമാർ പറയുന്ന കാര്യം, സമാധാന ചർച്ചയ്ക്ക് ശേഷം എന്തിനാണ് കൊലപാതകം നടത്തിയെന്നാണ്. ഞാൻ പറയുന്നു, കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഞങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ. ഞാൻ ചോദിക്കുന്നു, എങ്കിലും രാഷ്ട്രീയമായ ഒരു വൈരനിര്യാതന ബുദ്ധി മനസ്സിൽ സൂക്ഷിച്ച് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണം, തിരുത്തപ്പെടണം. ഞങ്ങളതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. എന്റെ ചോദ്യം, റിയാസ് മൗലവിയെ കൊന്നതെന്തിന്? RSS പ്രവർത്തകനായ മൃദുലിനെ RSSകാർ കൊന്നു? എന്തിന് അനന്തു എന്ന് പറയുന്ന 16 വയസ്സുകാരനായ +2കാരനെ സമാധാന ചർച്ച നടന്നതിന് ശേഷം കൊടിഞ്ഞി ഫൈസലിനെ എന്തിനു കൊലപ്പെടുത്തി? എന്തിനാണ് റിയാസ് മൗലവിയെ കൊന്നത്? സമാധാന ചർച്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടി? ഈ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ, കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണവുമില്ലാതെ ഒരു പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, വേഗത്തിൽ അവസാനിപ്പിക്കാം. നടക്കുന്നത് പോലും ആവർത്തിക്കപ്പെടരുത് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന് ചോദിക്കട്ടെ, ഈ ഈരാറ്റുപേട്ടയിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊന്നതാരാ? എന്തിനു വേണ്ടിയിട്ടാ? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ? പച്ചക്കല്ലൊന്നുമല്ല, പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊന്നു. നിങ്ങൾക്ക് തെറ്റി. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒന്നുമല്ല. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശരി തെറ്റ്. രണ്ടാമത്തെ നേമത്ത് രാജഗോപാലിന്റെ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു, വട്ടിയൂർക്കാവിൽ 21 കൗൺസിലർമാരുള്ളതിൽ 11 കൗൺസിലർമാർ CPM ആണ്, 9 BJP, 1 കോൺഗ്രസ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ പോലും CPM ലീഡ് ചെയ്തില്ല. എന്താ
കെ മുരളീധരൻ നോട്ട് ചെയ്തില്ലേ? കെ മുരളീധരൻ നോട്ട് ചെയ്തില്ലേ? വെല്ലുവിളിച്ചു പറയാ വട്ടിയൂർക്കാവിൽ 11 കൗൺസിലർമാരുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ബൂത്തിൽ ലീഡ് ചെയ്യാൻ കഴിയും. ശരി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് അത് പോകുന്ന ചർച്ച ഒരുപക്ഷെ അവസാനിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഞാൻ ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കുക. എഡിറ്റേഴ്സ് അവസാനിക്കുന്നു. നമസ്കാരം.